ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് ഫ്രൈ ആണ്. നമ്മൾ മലയാളീസ് അധികം ആരും അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് അറിയില്ല ഈ സോയ. പൊതുവേ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ വീട്ടിലും മിക്കവാറും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിലുള്ള എല്ലാ ഡിഷസും ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഇത് സോയ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 100 ഗ്രാം പാക്കറ്റാണ്. ഒരു 2 വലിയ സവാള അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 സ്പൂൺ പച്ചമുളക്, 1 സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, 1 വലിയ തക്കാളി അരിഞ്ഞത്, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ, ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഈ സോയ ഒന്ന് തിളപ്പിച്ച് ഒരു 10 മിനിറ്റോളം തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ സോയ ഇതിലേക്ക് ഇടുവാണ്. ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ സോയ വേവിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ടേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിരിക്കില്ല. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ബീഫ് ഫ്രൈ പോലെ ഇരിക്കും. അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ പാനിലേക്ക് തന്നെയാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. സവാള ഇപ്പം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇത് തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ കിഡ്നി കംപ്ലൈൻ്റ് ഉള്ളവർക്ക് കഴിക്കാം. ഇതിനകത്ത് ഒരുപാട് കാൽസ്യവും ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അൻസൂസ് കിച്ചൻ. ബൈ.